എനിക്കും മടിയാണ്, അവനും മടിയാണ്, ഇവനും മടിയാണ്. മനസ്സുകൊണ്ട് എടുക്കുന്ന കാര്യം അത് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന രീതിയിൽ വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു മോങ്സ് പോഡ്കാസ്റ്റ്. അല്ലേ? അങ്ങനെ നമ്മള് സക്സസ്ഫുൾ ആയിട്ട് രണ്ടാമത്തെ ഒരു ദിവസം കൂടി പോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് ഇരുന്നേക്കാണ്. ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ക്യാമറയുടെ മുന്നിലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പക്ഷെ ഫസ്റ്റിൽ ഇരുന്നപ്പോ ഞാൻ ബുദ്ധിമുട്ട് തോന്നിയില്ല. എന്താണെന്ന് അറിയില്ല, നമ്മൾ ഇരുന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ സ്ഥിരം കാണുന്ന മോങ്ങളായതുകൊണ്ടാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ എന്താ പറയാ, ഇങ്ങനെ സംസാരിച്ച് നമ്മൾ കുറെ നേരം അങ്ങ് പോയി. അതുകൊണ്ട് ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. ചേട്ടൻ എന്താണ് ഫസ്റ്റത്തെ പോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു അനുഭവം? രസത്തിലാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങിയത്. അത് വന്നിട്ട് ചില സമയങ്ങളിൽ നമ്മള് ചെറിയ മാട്രിയിൽ നിന്ന് വിട്ടുപോയ പോലൊരു സംഭവം, അതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ഫണ്ണായിട്ട് തന്നെയുള്ള മൂവ്മെന്റിലാണ് നമ്മൾ പോയത്. പ്രത്യേകിച്ച് അതെ, ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സത്യസന്ധമായിട്ടൊന്ന് പറയുന്നത് കേട്ടോ, എല്ലാവരും ക്ഷമിക്കുക. അതായത് ഞാൻ നോക്കുമ്പോ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ കഥ പറഞ്ഞു 1 മണിക്കൂറിൽ നിർത്തണം എന്ന് വിചാരിച്ച് 2 മണിക്കൂറായി, 3 മണിക്കൂറായിട്ട് അതിന് കട്ട് ചെയ്ത് അവസാനം ഇടാൻ പറ്റില്ല. ഇതൊക്കെ കൂടി അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എപ്പോഴാണ് വീഡിയോ ഇറക്കേണ്ടി വന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു നമ്മള് എന്നിട്ട് പേടിക്കേണ്ടത് നമ്മള് അടുത്ത എപ്പിസോഡ് തുടങ്ങിയത്. എന്തിനും പേടിക്കണത് നമ്മൾ ആർക്ക് പറഞ്ഞിട്ടുണ്ട്, വോയിസ് ഓഫ് വോയിസ്ലെസ്. അതാണ് നമ്മള് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കാഷ്വൽ ടോക്കിന് നമ്മൾ ഇപ്പൊ ഈ പറയുന്ന പല കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ഈ ക്യാമറ ഫിയർ മാറാനായിട്ട് ഞാനൊരു സംഭവം പറഞ്ഞു. നമ്മള് നമ്മളെ മുഖത്തോട് തന്നെ കണ്ണാടിന്റെ വെറുതെ സംസാരിച്ചാണ് ആ ഫിയർ പോയി. മറ്റുള്ളവൻ എന്ത് പറയും എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മള് എന്തിനാണ് അവന്റെ ചെലവിലാണ് നമ്മളെ. പക്ഷെ വിവിൻ ചേട്ടൻ അത് പറയാം. വിവിൻ ചേട്ടൻ ടിക്ടോക്കിൽ കുറെ നാൾ സിംഹവും പുലിയെന്നല്ല, എനിക്ക് ചെയ്യാൻ തോന്നിയ കണ്ടന്റ് ഞാനത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിട്ട് എക്സ്പ്രഷന്റെ ആളുടെ ഈ മുഖത്ത് വരുന്ന ഭാഗങ്ങൾ 9 ഉണ്ടെന്നാണ് പറയണത്. നമ്മള് വിട്ട് ജോപ്പനായിരുന്നു ശരിക്കും ഭയങ്കര ടെൻഷൻ. ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയത് ജോബനാണ്. അത് ഈ ചെറിയ ചിന്തകളുണ്ടല്ല, ആള് പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നേക്കുന്നത്. ഇല്ലില്ല, പ്ലാൻ ചെയ്തില്ല. അതിപ്പോ നമുക്ക് പരിചയമുള്ളവരായതുകൊണ്ട് പരിചയമില്ലാത്ത സംസാരിക്കാൻ പറ്റില്ല. അല്ല, ഞാൻ ജോബൻ ഒരു ആർട്ടിസ്റ്റ് അല്ലേ? അതല്ല ഇവിടെ ഉണ്ടല്ലോ പൈനാപ്പിൾ എക്സ്പ്രസ് വർക്ക് ചെയ്യാൻ വന്നില്ല, വീഡിയോ ചെയ്യാൻ വന്നപ്പോ എന്നോട് പറയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ, ഇവൻ ക്യാമറ ഉണ്ടെന്ന് മുഖത്ത് വെച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ചിരിയാണ്. അത് ഇപ്പൊ നമ്മള് നോർമലായിട്ട് സംസാരിക്കണോണ്ടല്ലേ, അത് മറ്റേ അഭിനയിക്കാനൊക്കെ പറഞ്ഞ് ക്യാമറ ഉണ്ടെന്ന് മുഖത്ത് വെച്ചപ്പോ അപ്പ ചിരി എട്ടവന്മാര് ചിരി മാത്രം എടുത്തോണ്ട് അഭിനയിക്കാൻ പറയുന്നുള്ളൂ. അല്ല, ഇവിടെ ഇപ്പൊ നമ്മൾ അഭിനയിക്കുന്നില്ലല്ലോ. അല്ല, തീരെ അഭിനയിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഭാഷ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളരെയധികം കൺട്രോൾ ചെയ്യണ്ട. കാരണം നമ്മൾ ഈ പറയുന്ന ഈ മെജോറിറ്റിനെ പേടിച്ചിട്ടാണ് ഭാഷ വരെ കൺട്രോൾ ചെയ്തത്. അല്ലെങ്കിൽ എന്താണ് ജോപ്പ എന്റെ യൂട്യൂബിലില്ലേ പണ്ട് നമ്മൊരു സീരിയൽ നടനുണ്ട് അരുന്ന് പറഞ്ഞ പുള്ളിനായിട്ട് ജസ്റ്റ് നമ്മൊരു സംസാരിച്ച് കൺസൾട്ട് ചെയ്യുന്ന ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അത് നോക്കിങ്ങനെ തപ്പി മനസ്സിലാവും. അത് പിറ്റേ ദിവസം പുള്ളിയുടെ ബർത്ത്ഡേ എടുത്ത് അത് പറഞ്ഞു പോലും ഞാൻ കേട്ടില്ല. ക്യാമറ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് ഒന്നും കേട്ടില്ല. ആ വീഡിയോ കണ്ട കറക്റ്റ് അറിയാൻ പറ്റും. ഒന്നും കേട്ടില്ല.
സ്വാഭാവികമായിട്ടും വരാവുന്ന ഒരു ഈ പറയുന്ന സമാഗമം അതന്നെ ഇപ്പോഴത്തെ നമ്മുടെ തലമുറയ്ക്ക് വരുന്ന ഒരു സംഭവമാണ്. കുറെ ആൾക്കാർ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമുക്ക് നേരെ നിന്ന് സംസാരിക്കാനുള്ള ഒരു വിമുഖത, സംസാരിക്കാൻ മാത്രമല്ല ആൾക്കൂട്ടം പോലും എനിക്ക് പറ്റില്ല. അതിപ്പോ തൃശ്ശൂർ പുരത്താണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് നിൽക്കാൻ പറ്റില്ല, എനിക്ക് ശ്വാസം മുട്ടും. എന്താണെന്നറിയില്ല. ന്യൂ ഇയറിന് പോലും ഞാൻ കൊച്ചിയിലേക്ക് പോകാറില്ല, ചെറുപ്പത്തിലേ പോയതാ. അല്ല, അതേ പ്രശ്നം ഈ തിക്കിന്റെ ഒരു പ്രശ്നം എനിക്കുണ്ട്. പക്ഷെ അത് ഒരുപാട് ആൾക്കാർ ഇരുന്നിട്ടുള്ള പ്രശ്നമാണെന്നുള്ള, എനിക്ക് കൺജസ്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷനിൽ പെട്ടാൽ അതിപ്പോ തിങ്ങി ചെയ്യണമെന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ടേബിൾ കയറ്റിയ ദിവസം തന്നെ ഇവിടെ സ്റ്റെയർ കേസിൽ കയറ്റി നല്ല വെയിറ്റ് ആയിട്ട് ഇങ്ങനെ കയറ്റി. അപ്പൊ ഞാൻ നടുക്ക് പെട്ടുപോയി. അപ്പൊ ഇതിന്റെ നടുക്ക് ഞാൻ പെട്ടുപോയി. അതായത് എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റുള്ള ടേബിളാണെങ്കിൽ കയറ്റാനായിട്ട് എല്ലാവരും കഷ്ടപ്പെട്ട് ചെരിഞ്ഞിങ്ങനെ ഇരിക്കുക. അതിന്റെ ഇടയിൽ പെട്ടെന്ന് ശ്വാസം കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലായിരുന്നു. നേരെ ബ്ലാക്ക് ഔട്ടായി ഇവിടെ ഒന്ന് കിടന്നു. വേറെ ചെയ്യാൻ പറ്റില്ല, ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഒന്ന് കിടന്നു. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കുണ്ട്, ഇല്ലാണ്ടൊന്നുമില്ല. പണ്ടൊക്കെ ബസ്സിലൊക്കെ പോലെ സ്കൂളിൽ വിട്ട് വൈകിട്ട് ബസ്സിലൊക്കെ പോകുമ്പോൾ ഭയങ്കര തിരക്ക്. എനിക്ക് ഒരു ദിവസം കണ്ടാണ് ഞാൻ ഇറങ്ങി പോയിട്ടുള്ളൂ. കാരണം എനിക്ക് തീരെ നിൽക്കാൻ പറ്റുന്നില്ല, കൈ ഈ കാലം കണ്ടിട്ട് തിരിക്കാൻ പറ്റില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്വാസം കിട്ടാത്ത പോലെ. തിരക്ക് കഴിഞ്ഞവരെയൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നുകൊണ്ട് തൂങ്ങിക്കിടന്ന സുലഭ ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് കയറുമ്പോഴത്തേക്കും ഭയങ്കര ശ്വാസം മുട്ടില്ല. ഇത് ഇപ്പോ ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇപ്പോ കുറച്ച് ഈ പറഞ്ഞ ഈ അച്ചടക്കം പോലുള്ള ഈ ക്യൂവിൽ നിൽക്കുക. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഗുരുവായൂരമ്പലത്തിലേക്ക് വരുമ്പോ 12 മണിക്കൂർ നിന്നിട്ട് പിന്നെ ഇവിടെ ശബരിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ ഇയർ തിരുന്നേക്കാണ് പോകുമ്പോൾ നരസിംഹം കാണാൻ എന്ന ഫിലിം കാണാനായിട്ട് കവിത തിയേറ്ററിന്റെ ഉള്ളില് ചവിട്ടി കൂട്ടി ടിക്കറ്റ് എടുത്ത് കണ്ടാലേ ഞങ്ങൾ എനിക്ക് കൺജഷനൊക്കെ വിഷയമാണെങ്കിൽ ഞാൻ ഒരു ദിവസം ഞാനിങ്ങനെ 3 മണിക്കൂർ തിങ്ങി ചെരിഞ്ഞ് അനങ്ങാൻ പോലും പറ്റാൻ നിന്നുണ്ട്. ബാഹുബലി 2ന്റെ ഫസ്റ്റ് ഷോ ടിക്കറ്റ് എടുക്കാൻ. അന്ന് എന്താ പെരുമ്പാവൂർ EVM തിയേറ്റർ ഉണ്ട്. അവിടെ മറ്റേ ക്യൂ നിന്ന ടിക്കറ്റിൽ സീറ്റ് നമ്പർ ഇല്ലാത്ത സംവിധാനമുള്ള അവിടെ ചെന്നു. അപ്പൊ ചെന്നപ്പോ ഒരുപാട് പേര് അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട്, ആരും ക്യൂ നിൽക്കണല്ല. അപ്പൊ 3 മണിക്കൂർ ഉണ്ട് ടിക്കറ്റ് കൊടുത്തു തുടങ്ങാൻ. ഞാൻ നേരെ കയറി ഫ്രണ്ടിലങ്ങ് നിന്നു. എന്നിട്ട് ഇവിടെ കുറെ നേരം നിന്നു. അവസാനം പുറകിലൊക്കെ ആൾക്കാരെ എങ്ങും പോകാൻ പറ്റില്ല, ഒരു രക്ഷയില്ല. ഞാൻ ഇത്രയും നിന്ന് ടിക്കറ്റ് കൊടുക്കണേന് 2 മിനിറ്റ് മുന്നേ 2 ആൾ വന്നിട്ട് സൈഡിൽ നിന്നിട്ട് ഒരാൾ കൊണ്ട് കൈയിട്ടു. എന്താ പറയുക, കുഴപ്പമുണ്ടോ? അങ്ങനത്തെ ഇൻസിഡന്റ് ഉണ്ടായിട്ട് അന്ന് മാത്രം ഞാൻ ഇത്രയും മണിക്കൂർ തിരക്കിൻ്റെ ഉള്ളിൽ തിരക്കുകൾ എന്തിനാണ് നമ്മൾ മേടിക്കുന്നത്? അല്ല, ഒരാൾക്ക് അഭിമുഖീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കണ്ടീഷൻ വരുന്നതുകൊണ്ട് പറയില്ല. അതുപോലെ നമുക്ക് തിങ്ങി ഈ ഷോപ്പിൽ നിന്നിട്ട്, അതായത് ഈ പറഞ്ഞ പോലെ നമ്മള് ഏതെങ്കിലും നല്ല ഹൈറ്റിൽ നിന്നിട്ട് താഴേക്ക് തൊട്ടടുത്ത് നിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക്, അതായത് നമ്മളിപ്പോ എന്റെ ഫീൽഡ് കൺസ്ട്രക്ഷന്റെ ടൈമിലൊക്കെ നമ്മളിപ്പോ ഏറ്റവും ടോപ്പിലൊക്കെ കയറി ആ എഡ്ജിലോട്ട് നിന്ന് നമുക്ക് ഒരു ചെറിയൊരു ഉള്ളില് നമുക്കൊരു എന്തോ ഒരു പെട്ടെന്ന് ഒരു ഇത് കിട്ടും. നമുക്ക് അങ്ങോട്ട് ബാക്ക് തിരിച്ചു പോരാനുള്ളൊരു തോന്നല്. ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണ്. നമുക്കിപ്പോ എന്താ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയ കാര്യങ്ങള് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അല്ല, ലാസ്റ്റ് നമ്മളിപ്പോ പോഡ്കാസ്റ്റ് തീർന്നപ്പോഴേ കാര്യം പറഞ്ഞാണ് നിർത്തിയത്. ഡയലോഗില് ആ സാധനത്തിന് ഭയങ്കര ഹൈപ്പ് കിട്ടിയോടെ ഏത് സ്പീക്കാണോ
ചോദ്യങ്ങൾ വരുമല്ല. അത് പക്ഷെ ഉള്ള കാര്യം പറയാലോ, ജയറാമേട്ടന്റെ സംഭവങ്ങൾ ഇഷ്ടായി. കാരണം പുള്ളിക്കാരൻ മാന്യനാണല്ലോ, അതിനിപ്പോ താല്പര്യം അവിടെയുള്ള ആൾക്കാർക്ക് പോലും അവിടെ നടക്കാൻ പറ്റൂല, പിടിച്ചു വലിച്ച് കൊണ്ടുപോണേ. എന്നെ കൊണ്ടുപോയപ്പോ ഒരു ഹിന്ദിക്കാരൻ ചോദിച്ചു, അപ്പൊ തന്നെ അവരെ പിടിച്ചിട്ട് പോയത്. പോലീസായിട്ടാണ് ഒരു വിലയില്ല അവിടെ. അത് ഞാനാ ഡയലോഗ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ജോബിന് ഇപ്പൊ അവിടെ ചുവന്ന തിരിവുകള് അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇവര് കൊണ്ടുപോയിട്ട് പൈസ മേടിച്ചെടുക്ക പറഞ്ഞു പിടിച്ചോടി. അത് ഞങ്ങളല്ലേ അവിടെ ഒരു 10 മീറ്റർ നടന്ന കഴിഞ്ഞപ്പല്ലേ അവിടെ പോലീസുകാര് ബൈക്കിന്റെ കൈയും കൊടുത്തിരിക്കുന്നു. അവരെടുത്ത് പോയി പറഞ്ഞപ്പ അങ്ങനെയൊക്കെയാണ് നമ്മുടെ സീനാണ്. അതായത് കേരളത്തില് ഇതുപോലെ പട്ടാപ്പകല് പിടിച്ചു പറയാ അങ്ങനെ കൊണ്ടുപോകലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. കുറച്ചുകൂടെ സേഫാണ് കേരളം. പിടിച്ചു പറയാൻ സീനില്ല. മൊത്തം പെണ്ണുങ്ങളെ പിടിച്ചോ, ഒറ്റ ആണുങ്ങളില്ല അവരുടെ. അവിടത്തെ കൾച്ചറാണ്. അല്ല, ഇത് ഞാൻ പറയാലോ, കേരളം വിട്ട ഒരു ഭാഗം നിയമം ഇല്ലാന്ന് തന്നെ പറയാം. എനിക്ക് പലതവണ ട്രെയിനിലാണ് ഇപ്പോഴും ഒരുപാട് പേര് സ്റ്റോറി ഞാൻ കണ്ടുണ്ട്. എനിക്ക് പേഴ്സണലി 2019 കോളേജിൽ നിന്ന് ടൂർ ഉണ്ടായിരുന്നു. അന്ന് പാട്നയിൽ നമ്മൾ ബാംഗ്ലൂർ വരെ 3 ദിവസത്തെ ട്രെയിൻ ഉണ്ടായിരുന്നു. സ്ലീപ്പറാണ്, അത് ഓൾറെഡി ബുക്ക് ചെയ്ത് സെറ്റ് ആയിട്ടാണ് പോകുന്നത്. സ്ലീപ്പർ ആണല്ലോ. ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്, പെൺകുട്ടികളുടെ എല്ലാവരും ഓരോ കമ്പാർട്ട്മെന്റ് എടുത്താ പോകുന്നത്. അപ്പൊ ഇതില് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ബാംഗ്ലൂർ വരെ ഇവര് നോർത്ത് ഇന്ത്യൻസില്ലേ ടിക്കറ്റ് എടുക്കാത്തവര് കയറിയിട്ട് ഞാൻ നോക്കുമ്പോ സീറ്റിന്റെ അടിയിൽ കിടക്കുന്നു, നമ്മൾ നടക്കുന്നിടത്ത് കിടക്കുന്നു, നമുക്ക് നടക്കാൻ സ്ഥലമില്ല. അതിന്റെ ഇടയിൽ മോഷണം. സ്ലീപ്പറില് ശരിക്കും നമുക്ക് പകല് അത് കിടക്കാനായിട്ടുള്ള ഇത് പറ്റില്ല. പകല് ഇരിക്കുക എന്നുള്ളതാണ്. അല്ലെ നൈറ്റത്തെ ഞാൻ പറയാം. അന്ന് ഫസ്റ്റ് നൈറ്റ് ഞാൻ ഇങ്ങനെ കിടക്കുവാണ്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ഒരാൾ കയറി സൈഡിലിരുന്നു. ഞാൻ വിചാരിച്ചു പാവല്ലേ, വയ്യാണ്ടല്ലേ, സീറ്റിലിരുന്നോട്ടെ. കുറച്ചേരം കഴിഞ്ഞപ്പോ എന്റെ കൂടെ കയറി കിടക്കണം. ഞാനിപ്പോ ബാംഗ്ലൂർ യാത്ര ഞങ്ങളൊരു ഇവിടുത്തെ സർക്കിളില് നിൽക്കുമ്പോ നമ്മുടെ ക്യാമറാമാൻ ഉൾപ്പെടെ നമ്മുടെ കൂടെ ഉണ്ടാവും. കുട്ടു ജിതിൻ എന്നൊക്കെ പറഞ്ഞ ഞങ്ങള് ജനറലിലൂടെ ഒരു ഷട്ടിങ് പോണം. എല്ലാവർക്കും ഏകദേശം 20, 21, 22, 25 വയസ്സ് ബാക്കും. കൂടുതല് എനിക്കും ജയറാമിന് തന്നെ ആയിരിക്കും. പിന്നെ എനിക്കും ജയറാമിനും ജിതിക്കും അവനുണ്ട് കൂട്ടത്തില്. അങ്ങനത്തെ പരിപാടി നമ്മള് അങ്ങനെ വേറെ രീതിക്ക് പോണ ആൾക്കാരല്ല. നമ്മളെ എൻജോയ് ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂർ ഒരു 10 കൊല്ലം മുന്നേ ഒന്ന് ആലോചിക്കുക. ബാംഗ്ലൂരിലേക്ക് ഇവിടുന്ന് കേരളത്തിൽ ചെല്ലുന്ന ഒരു യാത്ര പോയി. ഇപ്പോഴല്ലേ കുറെ കൂടി ഒന്നും കൂടി ആക്റ്റീവായിട്ട് എല്ലാവരും ബൈക്കിന് പോകുന്നു, ഇതിന് പോകുന്നു. ഇതിനൊക്കെ പോയിട്ട് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് പോയേക്കുന്ന ഒരു കണ്ടീഷനാണ്. ഭയങ്കര മെമ്മറീസ് കൂടുതലുള്ളതാണ്. അതൊക്കെ പറഞ്ഞെനിക്ക് ചിലപ്പോ തീരുമെന്ന് തോന്നുന്നതാ. അപ്പൊ അതുപോലെ അല്ല, നമ്മള് ഈ പറയുന്ന ട്രെയിനിൽ യാത്രയൊക്കെ ചെയ്യുമ്പോ ഒരുപാട് നോർത്തിലേക്ക് ചെല്ലുമ്പോഴാണ് കുറെ കൂടി കൂടുതൽ ഈ പറയുന്ന ഒരു അൺകണ്ടീഷണലി നമുക്ക് ഒരു യാത്രാ സുഖം കിട്ടാത്തത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ടൂട്ടിയറൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ. പക്ഷെ ഇതില് എനിക്ക് ആശ്ചര്യം തോന്നിയ കാര്യം എന്താ വെച്ചാൽ ഇതിന് പ്രതിവിധി ഇല്ല. അതായത് എന്റെ ഒരു ക്ലാസ്മേറ്റ് റെയിൽവേ കംപ്ലൈന്റ് ചെയ്തു, ഇവരെ പോലീസിനെ വിളിച്ചു കൊണ്ടുവന്നു.
ഇവർ 2 പോലീസുകാർ വന്നിട്ട് ഈ കിടക്കുന്നവർ എന്ത് ചെയ്യാ? അവര് മൈൻഡ് പോലും ചെയ്യുന്നില്ല. നമ്മൾ പറയുന്നത് മൈൻഡ് ചെയ്യില്ല. ഈ മുറുക്കി ഈ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. ഒന്നാമത് ഇതാണ്, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സീനാണ്. ശരിയാണ്. കഴിഞ്ഞ ദിവസം ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞതിന് ഇപ്പൊ 1-2 മാസം കൊണ്ടായി ഒരു TTR തള്ളിയിട്ട് വന്നൊരു കേസ് ഉണ്ടായിരുന്നു. ഇല്ലേ, മലയാളികളുടെ TTR ആണ് ട്രെയിനിൽ തള്ളിയിട്ട് വന്നു. എന്നിട്ട് അവരുടെയൊക്കെ മുഖം കാണും, യാതൊരുവിധ റിമോഴ്സും ഇല്ലാണ്ടാണ് ഇവര് ഇപ്പൊ പോലീസുകാർ വിളിച്ചാലും ഒന്നുമില്ല, വളരെ നോർമൽ എന്നുള്ള രീതിയിൽ. അത് ഭയങ്കര ഹൊററാണ് ശരിക്കും പറഞ്ഞതൊക്കെ. അപ്പൊ ആക്ച്വലി പറഞ്ഞു വരുമ്പോ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എല്ലാ ഭാഗത്തും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഒഴിവാക്കി വിടുന്നു. എല്ലാ കാര്യത്തിലും ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഈ കയ്യൂക്കുള്ളവരെ മാത്രം ന്യായം എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ടല്ലോ. ഈ പറഞ്ഞ എല്ലാ കണ്ടീഷനിലും കയ്യൂക്കുള്ളവ കാര്യക്കാരാകുമ്പോ അവിടെ ന്യായം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതെന്താണ് ആരും മനസ്സിലാക്കാണ്ട് പോകും. ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മൾ വീണ്ടും മൊഗംബോ അബ്രാം ഖുറേഷിയിലേക്ക് പോകുന്നു. അല്ല, ഇത് ഒരു ഇതിപ്പോ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒരു കാര്യം, കയ്യൂക്കുള്ളവര് മാത്രം എന്താണ് ലാംഗ്വേജ് ഒരു പ്രശ്നമുണ്ട്. പിന്നെ ആ നാട്ടിലെ ആൾക്കാര് അവരുടെ കൂടെ ഇവിടെ വരുമ്പോ അതിഥി തൊഴിലാളികൾ ഒരുപാട് ഇവിടെ വരില്ല. നമ്മളെ തിണ്ണമണിക്ക് കാണിക്കുന്നത് അവര് വന്ന് ഇവിടെ എടുക്കുവോ? ഇപ്പൊ ന്യൂസ് അതിഥി തൊഴിലാളി 71 പെണ്ണുങ്ങളാണ് ഇതിൽ കൂടുതലൊന്നും പ്രത്യേകിച്ച് നമുക്ക്. പക്ഷേ ഈ ന്യൂസിലൊക്കെ വ്യത്യാസം എന്താ? അല്ലേ? അപ്പൊ നമ്മള് എത്തിയ ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ച ഒറ്റ കാര്യമുള്ളൂ. ഈ വരുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്ന് കയറി വരുന്നപ്പോ ഈ പറഞ്ഞ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞു വരുന്ന കുറച്ച് ആളുകൾ ഇവര് ആക്ച്വലി കൃത്യമായിട്ട് ഇന്ത്യൻസ് തന്നെയാണ്. വന്ന് പണിയെടുക്കുന്നത് ഇപ്പൊ മലയാളികളുടെ വൈറ്റ് കോളർ ജോബിനെ ചോദ്യം ചെയ്യത്തക്ക രീതിയിലായിരുന്നു അതിനെ ഈ നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റേഷനിലുള്ള ഒക്കെ ശരിയാ. പക്ഷെ ഞാനുള്ള കാര്യം പറയാലോ, നമുക്ക് പണിയെടുക്കാൻ മടിയുള്ളതുകൊണ്ടാണ് ഇവരൊക്കെ ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള പിന്നെ വേറൊരു കാര്യം, നമ്മൾ മലയാളികൾ അത്ര മാന്യന്മാരൊന്നല്ലതാണ് എന്റെ ഈ വന്നവരെ ഒരു മനുഷ്യനായിട്ടാണ് എത്ര പേരുടെ ഇവിടെ. എന്തൊക്കെ ഒരു നികൃഷ്ട ജീവിനെ കാണുന്ന പോലെയാണ് ഭൂരിഭാഗം ആൾക്കാരും കാണുന്നത്. അല്ല അതൊക്കെ അതായത് ഒരാൾക്ക് 500 രൂപ ആണ് കൂലി. ഇപ്പോഴത്തെ ഡെയിലി കൂലി, അതായത് അവന് 500 രൂപ. പിന്നെ അവൻ ഓവർ ടൈം ഉണ്ടാവും, രാത്രി പകലില്ലാണ്ട് പണിയെടുക്കും. അവർക്ക് അവിടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 100 രൂപ 150 രൂപയ്ക്കാണ് കിട്ടും. അതെ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡെയിലി അതായത് 500 രൂപ എന്തായാലും കിട്ടും. പ്ലസ് അവരത് കൂടാണ്ട് ഓട്ടി ചെയ്ത് ഒരു 300-400 രൂപ. ഇവിടെ പണിയെടുക്കാൻ മടികളുകൊണ്ടാണ് തൊഴിലാളി കൂടുതൽ. പക്ഷെ അങ്ങനെയല്ല, എന്റെ കുറെ കൂട്ടുകാരുണ്ട്, ഇവർക്ക് ഈ ജോലി ചോദിച്ചിട്ട് പോലും കിട്ടാനില്ല. പലയിടത്തും ഇപ്പൊ ടൈലിന് പണിക്ക് പോണവരുണ്ട്. എല്ലാവരും ഇപ്പൊ ബംഗാളികളാ. ഇവർക്ക് പണിയില്ലാത്തോണ്ട് ഒരാഴ്ചക്ക് ചുമ്മാ വീട്ടിലിരിക്കണം. അവ മടിയില്ലാത്തവരുണ്ട്. അതിനകത്ത് ഒരു കാര്യം കൂടി, അത് ജസ്റ്റ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് പ്രൂവ് ചെയ്യണല്ല. ഈ മലയാളികൾക്ക് എന്തിനാണ് 6 പാക്ക് എന്ന് പറഞ്ഞതല്ല, മലയാളികളെ മടിയന്മാരായിട്ട് നമ്മൾ തന്നെ കൺവേർട്ട് ചെയ്ത് മാറ്റി വെച്ചത്. അങ്ങനെ ആക്കി വെച്ചത്. അത് എന്തുകൊണ്ടാണ് ഈ ചിലവർക്ക് നമ്മള് ഈ കുറച്ച് പേര് എന്നുവെച്ചാല് ഇപ്പൊ കുറച്ച് പഠിച്ച നമ്മളെ കൂട്ടുകാർ തന്നെ ഈ ചെറിയ നമ്മളെ കൂടെ തന്നെ ഒരുമിച്ച് കളിച്ച് ചിരിച്ച് അവര് കുറച്ചൊരു സെറ്റപ്പിലേക്ക് വന്നു. നമുക്കും ഈ പറഞ്ഞ കണ്ടീഷനിലേക്ക് എത്തണോ? ഇവർക്ക് വലുതാവണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൊച്ചാക്കി കാണിച്ചാലേ അവർക്ക് വലുതാക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവരുടെ ദുഷിച്ച മനോഭാവമാണ് ഈ പറഞ്ഞ കണ്ടീഷനിലേക്ക് നമ്മൾ മാറുന്നത്. മലയാളികൾക്ക് ഈ മലയാളികൾക്ക് എന്തിന് 6 പാക്ക്?
മലയാളികൾക്ക് സിനിമയിൽ പറഞ്ഞാൽ അത് മനസ്സുകൊണ്ട് എടുക്കേണ്ട കാര്യം സിനിമയിൽ എടുക്കുന്നതല്ല. അതന്നെ, അത് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന രീതിയിൽ വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് മടിയാണ്, അവനും മടിയാണ്, ഇവനും മടിയാണ്.